നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രിയ സ്നേഹിതരെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം അതാ. ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കണം. നാം ഇന്ന് ജീവനോട് ആരോഗ്യമുള്ളവരായി ജീവിക്കുമ്പോൾ ചിന്തിക്കണം. നാം മരിച്ചാൽ, ഇന്ന് നാം വീണ് മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെ, നമ്മുടെ ആത്മാവിന്റെ നിത്യത എവിടെ എന്ന് ഇപ്പോൾ ചിന്തിക്കണം സ്നേഹിതരെ. എങ്കിൽ മാത്രമേ അതിന് പരിഹാരം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കണം, ഇന്ന് ആത്മാവിനെ കുറിച്ച് വിചാരിക്കണം. മരണം കഴിഞ്ഞിട്ടല്ല ചിന്തിക്കേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ ആത്മാവ് എവിടെ പോകും? സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? അവനവന്റെ പ്രവൃത്തി അവനെ പിന്തുടരുന്നു വചനം പഠിപ്പിക്കുന്നത്. നിന്റെ പ്രവൃത്തിയാണ് നിന്നെ പിന്തുടരുന്നത്. ജീവനോടിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും. അപ്പൊ നല്ലത് ചെയ്യുന്നവനെ മോക്ഷത്തിലേക്കും സ്വർഗത്തിലേക്കും പ്രവേശിക്കുവാൻ ദൈവത്തിന് കഴിയും. അവൻ യേശുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ഈ മോക്ഷപ്രാപ്തി ലഭിക്കുകയുള്ളൂ. സൽക്കർമ്മങ്ങൾ കൊണ്ടൊന്നും സാധ്യമാകുകയില്ല. അല്ല, ജീവനോടിരിക്കുമ്പോൾ ചിന്തിക്കണം. ഇതേ സുപ്രസാദ കാലം, ഇതേ രക്ഷാ ദിവസം, ഇന്നെന്ന് പറയുന്നത് നാളെ നമുക്ക് ലഭിക്കുന്നു വരികയില്ല. നാളെ നമുക്ക് ഒന്നിച്ച് കാണുവാൻ കഴിയുന്ന ആർക്കും ഗ്യാരണ്ടി ഇല്ല സ്നേഹിതരെ. നമ്മൾ ലോകത്തെ കാണുന്നുണ്ടല്ലോ, നമ്മുടെ എത്രയോ സഹോദരങ്ങളാണ് വളരെ മോഹന സുന്ദര വാഗ്ദാനങ്ങളുമായി, വളരെ മോഹങ്ങളുമായി കടൽ കടന്ന് അക്കരെ കടന്നുപോയി ഏതെല്ലാം വിധത്തിൽ അധ്വാനിച്ച് മണലാരുണ്യത്തിൽ കഷ്ടപ്പെട്ട് അവരുണ്ടാക്കുന്ന സമ്പാദ്യം നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കുവാൻ വളരെ ദൂരം മരുഭൂമിയിൽ കഷ്ടപ്പെടാൻ പോയ സ്നേഹിതര് എത്ര പേര് മടങ്ങി വന്നു എന്നുള്ള പാപമടങ്ങിയിരിക്കുമ്പോൾ പാപത്താൽ മൂടപ്പെട്ട പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയില്ല. പാപമില്ലാത്ത, പാപം തീണ്ടാത്ത, പാപം ചെയ്യാത്ത യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചത് മനുഷ്യരായി നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആ പാപമില്ലാത്ത രക്തം കാൽവരിയിൽ നമുക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നിങ്ങൾ രക്ഷപ്പെടുകയും. ആ യേശു അവിടെ കിടന്നുകൊണ്ട് ഒരു ജാതിയുടെ പേര് വിളിച്ചില്ല സ്നേഹിതരെ. ക്രിസ്ത്യാനി എന്ന് വിളിച്ചില്ല, മുസ്ലിം എന്ന് വിളിച്ചില്ല, ഹൈന്ദവൻ എന്ന് വിളിച്ചില്ല. കാരണം ദൈവം ഒരു ജാതി ഉണ്ടാക്കിയില്ല, ദൈവം ഒരു മതത്തെ സ്ഥാപിച്ചില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മതം സ്ഥാപിക്കുവാനല്ല, യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ഒരു ജാതിയെ സൃഷ്ടിക്കുവാനല്ല. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അല്ലാതെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ നടക്കുന്നതായ ഓരോ കാര്യങ്ങൾ നമ്മൾക്കറിയാം. ഞാൻ അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ലല്ലോ. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഇന്ന് രാഷ്ട്രങ്ങൾ തമ്മിൽ, ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് മനുഷ്യനെ മനസ്സിനെ ഇന്ന് മതിക്കുന്ന ഒരു മയക്കുമരുന്ന് പോലെ ജാതി ചിന്തകളും വംശീയ ചിന്തകളും സാമുദായിക